ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പറമ്പിൽ നിന്ന് വിളവെടുക്കാൻ വേണ്ടി വന്ന 30 യൂറോയ്ക്ക് 10 സെന്റ് സ്ഥലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന പറമ്പിലാണേ. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആദ്യത്തെ വിളവെടുപ്പാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ പരിപാടി. അപ്പം ഇതിൻ്റെ എല്ലാ ഉപഭോക്താക്കളും നിങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. കുറച്ച് പയറുണ്ടല്ലോ എന്നോർത്ത് പറിക്കാൻ വേണ്ടി വന്നാൽ, പക്ഷേ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും ഒരു 5-8 കിലോ അടുത്ത് പയറുണ്ട്. സുക്കിനി പറിച്ചു, അതുപോലെ തന്നെ ക്യാബേജ് പറിച്ചു, അത്യാവശ്യം തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി പറിച്ചു, ഇത് ഒരു പിടി നല്ല ചുമന്ന ചീരയും പറിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കട്ടയ്ക്ക് നീക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമ്മൾ കൃഷി ചെയ്ത വിളവെടുപ്പിന്റെ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സുക്കിനെ നമ്മൾ ആദ്യമേ മുറിച്ചെടുക്കുവാണേ. ഇത് ക്യാബേജാണ്. ക്യാബേജ് ഒരു 5 ടൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഓരോന്ന് വെച്ച് പറിച്ചാൽ മതി. എല്ലാം കൂടെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് കണ്ടോ, ചുമ്മാ നമ്മൾ 2 ഉള്ളി നട്ടു വെച്ചാൽ അത് ചെടിച്ചട്ടിക്കകത്ത് നട്ടാണേ. ഈ സൈസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏരി വെട്ടി നമ്മൾ ഉള്ളി നട്ടിട്ടുണ്ട്. അത് വലിയുള്ളി നട്ടേക്കണത്. അതിന് ചുമ്മാ രണ്ടെണ്ണ ചെടിച്ചട്ടിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ഉള്ളി വന്നേക്കണേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്നറിയാമോ? കാരണം വെച്ചാൽ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാൽ ഇവിടെ ജർമ്മനി പിടിക്കാൻ പാടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരയാണ്. അത് നല്ല ചുമന്ന ചീര. അപ്പം നമ്മളത് ഈ ഒരു സൈസ് ആകുമ്പോഴത്തേനും അത് പറിച്ചെടുക്കണം. സാധാരണ നാട്ടിലൊക്കെയാണ് അത് ചോടോടുകൂടി പറിക്കുക. പക്ഷെ നമുക്കത് അവൻ ഇനിയും കിളുത്ത് വരും. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടോ കേട്ടോ അവൻ്റെ ഈ തണ്ടടക്കം അനുസരിച്ച് നമ്മൾ പറിച്ചെടുക്കുന്നത്. തോരൻ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സാധനം. എൻ്റെ പറമ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചീരയാണ്. അത് ഭയങ്കര റയറായിട്ട് അവൻ പിടിച്ചു വരുള്ളൂ കേട്ടോ. ഒരു 8-10 തണ്ട് ചീരയേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം ഒരു പിടിയുണ്ട്. നല്ല നമ്മൾ പയർ പറിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടുന്ന ഈ രീതിയിലുള്ള പയറാണെങ്കിലാണ് കറക്റ്റ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പച്ചക്കറി ആണെങ്കിലും നല്ല രീതിയിൽ പയറും അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓഗസ്റ്റ് മാസത്തിലെ എല്ലാ വീക്കെൻഡിലും 4 വീക്കെൻഡിലും ഞാൻ ഓരോ വ്യക്തികൾക്ക് ആയിട്ട് ഗിവ് അവേ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. വെജിറ്റബിൾ വേറൊന്നുമല്ല, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ജർമ്മൻ ഫാർമർ എന്ന് കമന്റ് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തി ജർമ്മനിയിലുള്ളതാണെങ്കിൽ നമ്മുടെ പച്ചക്കറി പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുകയും ജർമ്മനിക്ക് പുറത്തുള്ള വ്യക്തിക്കാണ് ഭാഗ്യം ലഭിക്കുന്നതെങ്കിൽ അതിന് തുല്യമായ ക്യാഷ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 3 യൂട്യൂബ് ലൈവ് വഴി ആയിരിക്കും ആദ്യ വിജയെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത വർഷം ഇതിലും വിപുലീകരിച്ച് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ എനിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഗ്രാൻഡായിട്ട് സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് വെജിറ്റബിൾ നിങ്ങൾക്ക് കഴിക്കാനുള്ള യോഗം ഉണ്ടാവും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നിടം വരെ ബൈ. ഓക്കെ.